വർമ്മ സാറേ, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം. അഖിലിന്റെ നിലപാട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അഖിൽ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടാ രാഷ്ട്രീയത്തിൽ വന്നു. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കയറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? പക്ഷെ ഇതേ അഖില് തന്നെ അഖിലിന് സ്ഥാനം കിട്ടിയില്ലെന്നും പണം കിട്ടിയില്ലെന്നും പണം വീതം വെച്ചതിൽ കിട്ടിയില്ല പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോച്ച് ദൈവത്തെ തൊഴാൻ പോകും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ വർഗത്തിൽ ഒരെണ്ണത്തിന് പോലും കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കെയില്ല. അഖിലിന് പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനാണെന്ന്. പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന ഒരാള് എങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടുക? ഞാൻ അടിമുടി തീ പിടിച്ചിരിക്കുക. എല്ലാത്തിനും ഞാൻ വെടിവെച്ചു കൊല്ലും. എന്നിട്ട് മൂന്നാം നിലയുടെ മോളിന് താഴ്ത്തി കിടത്തി ചാടും. എന്നിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ അത് എന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. ഞാൻ പറയാം. അല്ല, പാവപ്പെട്ടവർക്ക് പോരാടാൻ രാഷ്ട്രീയമാണോന്നില്ലോ ഉണ്ടോ? വേണ്ട, ഒരു മാറ്റവും ഇല്ലല്ലോ. പിന്നെന്തിനാണ്? പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. സമയം താ, സാവകാശം താ, പറയണുണ്ട് വിശദമായിട്ട്. അഖിലിന് പാവപ്പെട്ടവരെ സഹായിക്കാൻ രാഷ്ട്രീയത്തിൽ വരണമെന്നുണ്ടോ? ഇതൊക്കെ എന്ത് ദ്രോഹാടോ? പഞ്ചായത്ത് സെക്രട്ടറി പിടിച്ച് പൂട്ടിയിട്ടതിന്റെയും വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചതിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഒക്കെ കേസുകൾ എനിക്ക് ഒരുപാടുണ്ട്. അതല്ലടാ, ആളത്ര വെടിപ്പല്ല, ചിലവശമാണ്. അന്ന് ഞാൻ പോയി ഇത് ചോദ്യം ചെയ്യുമ്പോൾ നീ ആരടാന്നൊരു ചോദ്യമുണ്ട്. ഇത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ നിയമസാമാജികനായി ചെന്നാൽ ഇവൻ ആ ചോദ്യം ചോദിക്കുവോ? അശോക, ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനാ ബലമില്ലാത്ത കുട്ടികൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ച കാലത്താണ് അഖിൽ പറയുന്നത്. അഖിൽ നിയമസാമാജികനായി ചെന്നാൽ മാത്രമേ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റൂ. വിദ്യാർത്ഥി സമരത്തിൽ അഖിൽ 2 നിലപാട് പറഞ്ഞു. ഒരു വീഡിയോയിൽ തന്നെ അനുകൂലിക്കാൻ പ്രതികൂലിക്കുക, അങ്ങനെ നിലപാട് പറയാൻ പറ്റുക? എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ മറക്കില്ല. 2020 രാജി വെച്ചിട്ടില്ല. ഞാൻ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്താണ് ഈ സമരം വരുന്നത്. ഞാൻ ആദ്യം ഒരു കവിത എഴുതി. നമ്മുടെ കുഞ്ഞ് ഏത് സാഹചര്യത്തിലും ജീവിച്ചോളൂ. ഭാഗത്ത് കൂടത്തിനാലും നാഞ്ഞടിക്കൂ, ആർത്തിരമ്പുന്നൊരു പ്രതിഷേധ കടലിനെ തല്ലിയൊതുക്കുവാൻ നോക്കിടല്ലേ, നിങ്ങളുടെ ധാർഷ്ട്യവും ധിക്കാരവും തൂത്തെറിയാനായി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ഞാനൊരു കവിത എഴുതി പോസ്റ്റ് ചെയ്യുന്നു. അഖില് BJP ആണോ? അല്ല, ഞാൻ അഖില് BJP അല്ലെങ്കിൽ BJPയുടെ രാജ്യസ്നേഹ രാഷ്ട്രീയത്തിന് പുറത്തല്ലേ? അപ്പൊ അഖില് രാജ്യവിരുദ്ധനാണോ? തീർച്ചയായും ഞാൻ രാജ്യദ്രോഹ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. ശിക്ഷിക്കപ്പെട്ടല്ല, കേസ് പ്രതിചേർക്കപ്പെട്ട ഒരാളാണ്. ഒരു ഭ്രാന്തൻ ഇത്ര കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത വേണം. ഇതില്ലെങ്കിൽ ഇവർ വരുത്തി തീർക്കും. കൊള്ളേണ്ടത് കൊണ്ടാലേ കാണേണ്ടവർ കാണൂ. ദേശീയതയും ഹിന്ദു മുസ്ലിം വിഭാഗീയതയും തന്നെയാണ് BJPയുടെ അടിസ്ഥാന വളം. ഇത് കണിയല്ല, കെണിയാ. ഞാൻ ഇവിടെ ഇവനെങ്ങനെ അറിഞ്ഞു? അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. നിന്റെ വ്യഭിചാര കഥകൾ